നിന്നെ മറ്റവൻ പറഞ്ഞോട്ടായിരിക്കില്ലേ? ഇതുകൊണ്ടൊന്നും ആ പന്നെ രക്ഷപ്പെടില്ല നിങ്ങൾ പോയി പറഞ്ഞേക്ക്. നിന്നെ തീർക്കാൻ പറഞ്ഞത് മയിലിനാണെന്ന് എനിക്ക് അറിയണം. പക്ഷെ ഞാൻ വന്ന അനിയനെ കൊന്നവനെ തീർക്കണം. ഇന്നോ നാളെയോ ഞാൻ ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കാം. ഒരുപക്ഷെ ഞാൻ മരിച്ച എൻ്റെ കുടുംബമെങ്കിലും രക്ഷപ്പെടും. ഹലോ റാം സാർ, ഗുഡ് ഈവനിങ്. പറയൂ. മുരളി, എൻ്റെ മകൻ്റെ കഴപ്പ് കാരണം ഒരുത്തി അങ്ങ് തീർന്നു. പകരം അകത്ത് പോയ ഒരാളെ വേണം. ഓ സാറേ, കാര്യം ഞാൻ വെടുപ്പായിട്ട് ചെയ്തുതരാം. പക്ഷെ സെക്ഷൻ 66 കുറച്ച് ചിലവ് വരും. ഈടോ എനിക്ക് വകുപ്പൊന്നും അറിയണ്ട, കാര്യം നടക്കണം. എന്താണെന്ന് വെച്ചാൽ തൻ്റെ അണ്ണാക്കിലോട്ട് തല്ലിത്തരാം. തന്നെ ആ CI ബാഹുലയും വിളിക്കും. ഓക്കെ സാർ. ഹലോ ജീവൻ. സാറേ. നീയല്ലേ കേസ് വേണമെന്ന് പറഞ്ഞിരുന്നേ? ഒരു കേസ് വന്നിട്ടുണ്ട്. ഇല്ല സാറേ, ഞാനിപ്പോൾ വിസയൊക്കെ റെഡി ആയിട്ട് പുറത്തേക്ക് വേണ്ടി നിൽക്കുക. എടാ, നിന്നെ ഞാൻ 1 കൊല്ലത്തിൽ ഇറക്കി തരാടാ. ഇല്ല സാറേ, അത് നടക്കത്തില്ല. നീ ഇപ്പം അങ്ങ് നന്നായി. എടാ, ഞാനൊരു ഫോൺ കോൾ ചെയ്താൽ തീരാവുന്നുള്ളൂ നിന്റെ പുറത്തു പോക്ക്. നീ ഇങ്ങോട്ട് വന്നേ. ചത്തവനോ ചത്ത്. ഇത് നീയായിട്ട് ഇതിൽ ഇടപെടാനൊന്നും നിൽക്കണ്ട. ഇനി നിനക്ക് അങ്ങനെ തോന്നുകയാണെങ്കിലേ അറിയാലോ തന്നെ. ഈ അടുത്ത കാലത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട അഭിരാമി പീഡന കേസ് അന്വേഷിച്ച CI ബാഹുലയനും കുടുംബവും ആക്സിഡന്റിൽ മരണപ്പെട്ടു. ഒരു ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അവർ പളനിക്ക് പോവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. അഭിരാമി പീഡന കേസിലെ പ്രതി ജീവൻ ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്തിരുന്നു. അഭിലാഷ്, എങ്ങനെയാണ് ഈ ഒരു അപകടം നടന്നത്? ഈ 2 മരണങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായി കരുതുന്നുണ്ടോ? ഈ വീഡിയോ എന്റെ മരണം വഴി ഏറ്റെടുക്കണം.